കാരണം ചോറ് എല്ലാവരുടെ പെരിയിലും ബാക്കിയാവുമല്ലേ രാത്രി ആയാലും. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു കടി നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി തീ വെച്ചിട്ട് നമുക്ക് ആ ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വഴറ്റി ഇങ്ങോട്ടെടുക്കണം. ഉള്ളി, അതേപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ ഇതാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വേണ്ട. കാരണം പ്രമേഹവും കൊളസ്ട്രോളും എല്ലാതുള്ള പെരക്കാരാണ് ഇപ്പം എല്ലാവരും, ആരും ഇല്ലെന്നൊന്നും ഒഴിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയാണി ഞാൻ തട്ടുകൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ പച്ചക്കറികളൊക്കെ അതിൽ കിട്ടുക നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഇട്ടെടുത്ത് കുറച്ച് മുളക് പൊടിയാണ്, ഒരുപാട് വേണ്ട. ഇതിക്ക് പച്ചമുളക് നമ്മൾ ഇട്ടിക്കണ്. പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കണ കുനാച്ചി സാധനം ഉണ്ടല്ലോ, കുനിയനിർമ്മൽ അതേ വലുപ്പത്തിലേ, അതെന്താണെന്നറിയോ, അയമോദകാണ് മക്കളെ. അത് നമുക്ക് വയറ് ചിലവർക്കൊന്നും ഒരു സാധനമൊന്നും പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെവർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ് കേട്ടോ അയമോദകം എന്ന് പറഞ്ഞ്. ഒരു നുള്ളിട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റുമാണ്. ഈ നുറുക്കൊക്കെ തിന്നുമ്പോൾ ഒരു കടി ഉണ്ടാവില്ല, നല്ലൊരു ചൊയൻ്റെ കടി, അത് ഈ അയമോദകമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടുകൊടുത്തത് കുറഞ്ഞ ഗരം മസാലപ്പൊടിയാണ്. പിന്നെ അത് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നിങ്ങളടുത്ത് അയമോദകം അല്ലെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കാരം. അപ്പം ഞമ്മക്കേ ഈ പൊടിയാളൊക്കെ ഒന്നിങ്ങോട്ട് ഈ വെളിച്ചെണ്ണൻ്റെ ഇതിൽ കിടന്ന് കാണ്ട് ഒന്ന് പച്ച ചൊയും പച്ച മണമൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് തിരിയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ വേണ്ടിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിന് നടൊന്നും ഇങ്ങനെയിട്ട് ശരിയാക്കി കൊടുക്കാണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു മുട്ട അടിച്ച് പാരാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് എന്തൊക്കെ ഇട്ടെന്ന് നിങ്ങൾ കണ്ടുകണില്ലേ, ഞാൻ കട്ട് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തതിന് ഒരു ഉള്ളി ഇട്ട് കൊടുത്തിങ്ങനെ, ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിരുന്നല്ലോ, അതിന് പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം നല്ലോണം കട്ട് ചെയ്ത് കണ്ടാണ് ഇട്ട് കൊടുത്തിക്കണത്. അതിന് ചെറിയ ഇലയാണെങ്കിലും ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ വീട്ടിൽ മല്ലിച്ചപ്പുണ്ട് ഇട്ട് കൊടുത്തോളൂ മക്കളെ. അപ്പോൾ എൻ്റെ വീട്ടിൽ മല്ലിച്ചപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നോക്കിയാണീ ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുട്ട എങ്ങനെ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട പീങ്ങാൻ വെച്ചാൽ വേണ്ടി, ചോറൊക്കെ വെക്കണീലും എന്തെങ്കിലും മുട്ട നല്ലോണം കഴിക്കാനൊക്കെ ഇടാലോ. അപ്പോൾ അതേപോലെ ഒന്ന് പുഴുങ്ങി വെച്ചാൽ ഇതേപോലെ ഒന്ന് നമുക്ക് അതിമലൊക്കെ വെച്ചാണ്ടൊന്ന് അരുതി പീല ചെയ്താണ്ടാണ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യണേ, ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ആ മുട്ടൻ്റെ ഇപ്പം നമ്മളൊരു മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിലും മുട്ട പീങ്ങിയിട്ടാൽ ആ ഒരു മുട്ടക്കറിക്ക് മുട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒരു 4 മുട്ട കെട്ടുകാണ്ട് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ടയെങ്കിലും ഇങ്ങനെ ആ കറിക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ. അപ്പോഴാണ് നല്ല ഒരു ഒറിജിനൽ മുട്ടക്കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക, മറ്റെന്താ ഒരു ഉള്ളിക്കറീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിക്കണ്, ഉള്ളിയും എല്ലാം വെന്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാം ചെയ്തീനല്ലോ, ഉള്ളിയും ഇതൊക്കെ ആദ്യം വാട്ടൽ കഴിഞ്ഞാലുള്ള മുട്ട അടിച്ച് പറഞ്ഞോട്ടെ. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ തീയൊക്കെ ഓഫാക്കിയാണ്ട് റെഡിയാക്കി ഞാൻ വെച്ചിക്കണേ. അങ്ങനെ നമ്മൾ ഇതിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടോ. ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, നല്ലൊരു മണമുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം കൂടി മല്ലിച്ചപ്പില്ലെങ്കിലും ഇതുണ്ടല്ലോ നമ്മളെ ഗരം മസാല ഒക്കെ ഇട്ട് വേക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ പിന്നെ ഈ ക്യാരറ്റൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നാൽ തന്നെ കരിയേപ്പിൻ്റെ ഇലൊക്കെ തട്ടുമ്പോൾ ഭയങ്കര ഒരു മണമാണ് കേട്ടോ നല്ല. പിന്നെ അതിലേക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണ്, അത് ഞങ്ങളോട് പറഞ്ഞാണല്ലോ ഇട്ട് കൊടുത്തിക്കണെന്ന്. പിന്നെ അതാ ഞാൻ ചോറ് കേട്ടോ. ചോറ് ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസിൻ്റെ ഏറെ ചോറുണ്ടാവും. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ടോ. അപ്പം ഞാൻ അതിൽ ഒഴിച്ച വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല, കാരണം ഇതിലേക്ക് കുറച്ചൊരു അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ മിക്സിൻ്റെ ജാറിൽ വേഗം അരിഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ മിക്സിൻ്റെ ജാറ് ഒച്ചപ്പാടൊന്നും ആയിട്ടൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒന്നങ്ങോട്ട് കുറച്ചാളി. എൻ്റെ മിക്സിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടൊന്നായിട്ടോ. അപ്പം എനിക്ക് പേടിയാണ്, ഇതൊക്കെ പൊട്ടി തെറിച്ചു എന്തൊക്കെയാണെന്നൊരു പേടി. അപ്പം ഞാൻ ഒച്ച കേട്ടുകൂടെ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണേ. ഏതായാലും നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിക്കണ്. അതിന് ഇതേമാതിരി നമുക്ക് കുഴക്കാൻ പറ്റണം, കുറച്ചൊരു ആയും വിസ്താരമൊക്കെ ഉള്ളൊരു പാത്രത്തേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. നോക്കി നല്ലോണം അരിഞ്ഞാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറക്കാം. കാരണം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ നല്ല മണിമണിയായിട്ടുള്ള ചോറാട്ടോ ഞാൻ അരച്ചെടുത്തത്. ഏത് ചോറും പറ്റും, മട്ടൻ്റെ അരിയാണെങ്കിൽ ചോറ് പറ്റും.
പിന്നെ ഏത് ചോറും പറ്റും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ഇങ്ങനെ കുടുങ്ങിയിനി. കാരണം എനിക്ക് അതൊന്നും ഒഴിവാക്കാൻ തോന്നില്ല. ഞാൻ എന്താ വെച്ചാൽ ഇതൊരു അന്നാണല്ലോ. ഇതൊക്കെയാണ് മക്കളെ, ഇതാണ് കേട്ടോ നമ്മൾ നോക്കി ഉസാറാക്കിയാണ് പഠിച്ചെടുത്തിക്കണ്. ഇനി ഇതിലപ്പുറം പഠിച്ചാൽ കഴിച്ചില്ല, ബ്ലേഡൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം അത്രക്കും പഠിച്ചിക്കണ്. അപ്പോൾ എന്താ വെച്ചാൽ നാശമാക്കണ്ട വിചാരിച്ചാണേ. ഇതാണ് കൊട്ടത്താളത്തേക്ക്. പിന്നെ നമ്മളടുത്ത് നാക്കാലികളൊക്കെ വേണം, എന്നാൽ പിന്നെ കെക്കിയാണ് പാര. അപ്പോൾ ഞാൻ കഴിച്ചും പോലെ പഠിച്ചെടുത്തിക്കണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇനി ഇതിൽ ഇട്ടുകൊടുത്ത്. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ സാധാരണ നമ്മൾ നൂൽപൊട്ടും പത്തിരിയും ഒക്കെ ഉണ്ടാക്കണേ അരിപ്പൊടിയാണ് കേട്ടോ. ആ 2 കുഞ്ഞിക്കയിൽ ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ എത്രത്തോളമാണോ വെള്ളം എടുക്കണേ, എത്രത്തോളം വെള്ളം ഒഴിച്ച് കണ്ടോണോ ചോറ് അരച്ചെടുക്കണേ, അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു പത്തിരിൻ്റെ പരുവത്തിൽ കിട്ടണം. നല്ല ടൈറ്റ് ആവും ചെയ്യരുത്, നല്ല അത്യാവശ്യം ലൂസ് വേണേനും ഒരുപാടത്ത് ലൂസാവും ചെയ്യരുത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാണ്ട് നമ്മൾ പൊടിക്ക് സാധാരണ നമ്മൾ എത്രയാണോ ഉപ്പ് പാകം അതിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കണക്കൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇനി ഇതൊന്നുകൊണ്ട് കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് കുഴയൊക്കെ കഴിയും കേട്ടോ. കാരണം കൈ പൊള്ളണ്ട, ചൂടാവൂല, ഒന്നുമില്ല. അപ്പോൾ കുറച്ചൊന്നും ഇങ്ങോട്ട് കുഴച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതേമാതിരി നല്ലോണം നിങ്ങൾ കുഴച്ചെടുത്തോളൂ കേട്ടോ. എന്നാൽ പിന്നെ ഈ കൈമലുണ്ടല്ലോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടത് ചെറുതായിട്ടൊന്ന് ഒട്ടിയൊക്കെ പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൈമലും വിരലുമലൊക്കെ ഒട്ടിപ്പിടിച്ചിക്കണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തട്ടി കുറേ വട്ടാണ് കുഴക്കുമ്പോൾ എന്താ അറിയോ, ആ വെളിച്ചെണ്ണ കൊണ്ട് അതുകൊണ്ട് കൈമത്തതൊക്കെ പോയിട്ട് ഈ ഒരു പൊടിമെല്ലാം ഒട്ടിപ്പിടിച്ചു. അപ്പോൾ നല്ല വൃത്തിയായി, കൈയും വൃത്തിയായി പൊടിയും വൃത്തിയായി കേട്ടോ. പിന്നെന്താ വെച്ചാൽ പരത്താള മെഷീൻ നമ്മളത് ഇതാണ് കേട്ടോ. ഗോതമ്പ് പൊടിൻ്റെ കവറാണ്. ഇതിങ്ങനെ വെക്കണം. എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊരു ഏപ്പുണ്ട്, അത് തട്ടും. പിന്നെ അതേപോലെ തന്നെ മറ്റേ പൊളിയും എടുത്ത് കേട്ടോ. ഏപ്പ് ഈ ഏപ്പ് നമ്മൾ ഇതിന്മേൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരിക്കൊരു ഏപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മലത്തിക്കുക. പിന്നെ ഇതിൽ എണ്ണ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഒരു ഇതാണല്ലോ. ഇതിനിപ്പോൾ വേണമെങ്കിൽ ഇലെടുത്തോളി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 കൈമലും ഒരു തുള്ളീച്ച വെളിച്ചെണ്ണ പറ്റാം. പക്ഷെ ഞാൻ വെള്ളമാണ് പറ്റിയത്. അങ്ങനെ നമ്മൾ കയ്യണോ തിന്നൊക്കെ വെളിച്ചെണ്ണയിൽ നിന്നും എണ്ണയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ രക്ഷകളൊക്കെയാണ് ഒരു വട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നെയ്സ്പത്തിരി ഉണ്ടാക്കുമല്ലോ, ആ വട്ടിൻ്റെ ഒരരട്ടി. അപ്പോൾ 2 നെയ്സ്പത്തിൻ്റെ അത്ര കട്ടിയിൽ ഒരു വട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കൊണ്ടൊക്കെയാണ് നമ്മൾ നൂൽപുട്ടൊക്കെ ചെറ്റിച്ചിന് ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അനുസരിച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി കേട്ടോ. പാകത്തിന് എല്ലാ ഭാഗവും ഒരേപോലെ കട്ട് ചെയ്യാൻ കിട്ടും. ഇതേപോലെ കുറച്ച് പരന്ന പാത്രത്തും കൊണ്ട് അമർത്തിയാൽ. പിന്നെ ഞാൻ ഒരു ബസ് എടുത്തുകൊണ്ട് അതിൻ്റെ മേലെ ഒരു തുള്ളി വെളിച്ചെണ്ണ വാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ നമുക്കിതൊന്ന് പരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്മേൽ ഈ പലമപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡിയായി. പത്തിരി ഇവിടെ റെഡിയായിക്കണേ. ഇനി ഒന്നും കൂടി പരത്തേക്കാന്നൊക്കെയാണ്. എന്തോ ഒരു ചൊർക്ക് മക്കളെ കാണാൻ നല്ല ചൊർക്കുണ്ട് കേട്ടോ. നല്ല ചൊർക്കുമാണ്. പിന്നെ ആണെങ്കിൽ എളുപ്പമാണേ. ഇനി രണ്ടാമത്തെ ഒന്നും കൂടി ഇതേമാതിരി അമർത്തി കൊടുത്തോളി. എളുപ്പത്തിൽ പരിപാടി കഴിച്ചും. ഇനിയാണ് നമുക്ക് പരത്തൽ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ പോണത്. ഫൈനൽ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ കേട്ടോ. ഇതിന് ടേസ്റ്റ് മാത്രമല്ല, കാണാനും നല്ലൊരു ചൊർക്കാണിത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ പ്രസ്സുമേൽ അമർത്തിക്കോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രസ്സുമേലാവുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ കട്ടിയുള്ള പത്തിരിയൊക്കെ അമർത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കാണ്ട് ഒരു സൈഡ് നല്ല കട്ടിയോ ഒരു സൈഡ് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, നല്ല പാകത്തിനോട് കിട്ടിയതാ എല്ലാ സൈഡും ഒരേമാതിരി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഫൈനൽ ലുക്കാണെന്ന് കുറച്ച് നമ്മൾ ഫില്ലിങ് എടുക്കുക. എന്നിട്ട് എല്ലാ സൈഡ് ചുറ്റോടിട്ടും വെച്ച് കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങോട്ട് ആ ഒരു സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ട കേട്ടോ. ഒരുപാട് ആ സൈഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളത് ഇതിന് മേലെ മറ്റേ പത്തിരിയും കൂടി വെക്കുകയാണ്. എന്നിട്ട് ഇത് അതേപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. മുറിഞ്ഞു പോവുക, അതേപോലെ തന്നെ കയ്യിലൊട്ടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഒരുപാട് ഓയിലും എണ്ണയൊന്നും പാരില്ല, കുറച്ചത് മുക്കി പൊരിച്ചല്ലോ കേട്ടോ. അതൊന്ന് ഇങ്ങനെ അടിഭാഗം ഒന്ന് തട്ടി പൊരിഞ്ഞിട്ട് രണ്ടാമത്തെ സൈഡും ഇങ്ങനെ പൊരി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് എണ്ണ ഒന്നും പാർന്നിട്ടില്ല. ഈ ഒരു പത്തിരി ഇതിലേക്ക് ഇട്ടപ്പം സൈഡിലേക്കാണ് പോയതാണ് എണ്ണ കേട്ടോ. കുറേ ഒന്നും വേണ്ട. പിന്നെ ആണെങ്കിൽ ഇതിൽ ഉള്ളിലേക്കൊന്നും വേവേണ്ട ആവശ്യമില്ല. ഉള്ളൊക്കെ വെന്ത ഫില്ലിംഗ് ആണ്. ഈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചോളി, വേഗം പരിപാടി വെച്ചും.
പിന്നെ നമുക്ക് ഈ ഒരു പത്തിരിയെ വേവേണ്ടേ ഉള്ളൂ. അത് ഈ തിളച്ച എണ്ണയെ കണ്ടിട്ടാൽ 2 സൈഡാണ് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആവും കേട്ടോ. അപ്പോൾ മുക്കി പൊരിച്ചിട്ടുണ്ട് കേട്ടോ. മുക്കി പൊരിച്ചണ പത്തിരി അല്ലത്. വേണമെങ്കിൽ ഇങ്ങനെ തേളി കൊടുത്തോളി, പക്ഷെ തേളി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേളി കൊടുക്കാനുള്ള എണ്ണത്തിരിമല ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നോക്കിയാൽ ഇത് നല്ല കുറച്ചൊരു കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ കൈമൊക്കെ തേളാതെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ചെണ്ണല്ലേ. പണ്ട് എൻ്റെ കൈമല് നല്ലോ തേളി. ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ പറഞ്ഞെന്ന് വിചാരിച്ചു. ഞാൻ മിവനാക്കണില്ല, കാരണം നിങ്ങൾ പത്തിരി കണ്ടോളി കേട്ടോ. ഇതാ അപ്പം ഇങ്ങനെ നല്ലോണം തേളു വിചാരിച്ചിട്ടാട്ടോ 2 സാധനം കൊണ്ട് മറിച്ചിരുന്ന ഒരു സ്പാച്ചിലോണ്ടും ഒരു ചട്ടകം കൊണ്ടൊക്കെ മറിച്ചിരുന്നത് പേടിയായിട്ടാണ്. വേഗം തീർച്ചയായിട്ടും കണ്ട് നമ്മൾ മറിച്ചിരുന്നതിൻ്റെ അടിയിലുണ്ടാവും പിന്നെ ഒരു ബുഗല് ചിലപ്പോൾ കഴിക്കുന്നത് ചട്ടകത്തുമെന്ന്. അപ്പാണ്ട് തേളിനെ കണ്ണു മുറന്നും ബാക്കി ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ടാണ് 2 കൊണ്ട്. ചിലവരൊക്കെ ചോദിക്കലുണ്ട് എന്തിനാ ഇപ്പം 2 ചട്ടകം എന്നൊക്കെ. ചിലപ്പോൾ ആ ഒരു സ്പൂൺ ഒരു കോരി എടുക്കും പേടിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടത്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. പിന്നെ കാണാൻ നോക്കിയാൽ നല്ല നെരിഞ്ഞ് നല്ല ചൊറുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് മതി ഒരാൾക്ക്. ഒന്നുണ്ടായാൽ തന്നെ നമ്മൾക്ക് പിന്നെ വേണ്ടി വരില്ല അത്രക്കും. പിന്നെയാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ നമ്മൾ പെരി ചോറുണ്ടെങ്കിൽ പിന്നെ കുറഞ്ഞ പൊടിയും കൂടി ഉണ്ടായാൽ മതി. നമ്മളടുത്ത് കുറച്ചൊരു അരിപ്പൊടി കുറവാണെന്ന് വെച്ചോളി. അരിപ്പൊടി കുറവാണെങ്കിൽ എന്താ, നമുക്ക് കുറച്ച് കൂടുതൽ ചോറ് എടുത്താൽ കുറച്ച് അരിപ്പൊടി എടുത്ത് വെള്ളം കുറച്ച് അരച്ചാൽ കുറച്ച് അരിപ്പൊടി എടുത്താൽ എത്രയോ കടി ഉണ്ടാക്കിക്കൂടെ നേരം വെളുക്കുമ്പോഴൊക്കെ. പിന്നെ കറി തെരിഞ്ഞു പോകണ്ട. പിന്നെ എനിക്ക് തിന്നാനാണ് ഭയങ്കര ടേസ്റ്റും ആണല്ലോ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരുപാട് ചൂടാറാൻ നിൽക്കരുത്, കുറച്ചൊക്കെ ചൂടോട് കൂടി തിന്നണം. അമ്മാതിരി മുതലൊക്കെ വേണ്ടതൊക്കെയാണ്. എന്തുപോലെ നെരിഞ്ഞിനൊരു ഇതൊക്കെ കാണിച്ചാലും ഇടയ്ക്ക് നല്ല നെരിഞ്ഞിട്ടുണ്ട്. നല്ല പൂരി പോലെയാണ് ഇപ്പം നിൽക്കണത്. ഇതൊക്കെ എന്താ നെരിച്ചിലറിയാം. ഇതൊക്കെയാണ് പപ്പടത്തെ പൊടിച്ചണ മാതിരി. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് ഞാൻ കാട്ടിത്തരാം എങ്ങനെ നിൽക്കണമെന്ന് കേട്ടോ. ഇതാ അപ്പോൾ കണ്ടില്ലേ ഇതാട്ടോ, കണ്ടില്ലേ എന്താ മക്കളത്തിൻ്റെ ഭംഗി. ഈ ഭംഗി പോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുകൊണ്ടാണല്ലോ ഇതില്ലേ. ചോറും കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ സാധാരണ അരിപ്പൊടിയോട് മാത്രം ഉണ്ടാക്കി എത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ചോറ് എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇനി ഇത് ചെയ്യാതെക്കരുത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളടുത്ത് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിൽ ഇട്ടോളി, നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ ഗുണമായാലും ദോഷമായാലും നിങ്ങൾ ചെയ്യട്ടോ. പിന്നെ അതേമാതിരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെ അതേമാതിരി നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഈ ചോറ് ബാക്കിയാണവർക്കൊക്കെ നല്ലൊരു ഇതാണിത്. അപ്പോളേ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.